കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. 1000 മാസങ്ങളെക്കാൾ പുണ്യമേറിയ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന റംളാൻ 27 രാവിൽ മഅദിൻ പ്രാർത്ഥനാ സമ്മേളനത്തിൽ പാപമോചനം തേടി വിശ്വാസി ലക്ഷങ്ങൾ. പ്രസവിക്കപ്പെട്ട കുഞ്ഞ് പാപമുക്തനായ പോലെ എന്നെയും പാപമുക്തനാക്കണേ എന്ന അകം തൊടുന്ന പ്രാർത്ഥനയിലൂടെ പുതിയൊരു ജീവിതത്തിലേക്കാണ് വിശ്വാസികൾ കടന്നു ചെല്ലുന്നത്. ഉത്തരങ്ങളുടെ ഉത്തമരാത്രിയിൽ ജനലക്ഷങ്ങൾ സാക്ഷിയായ പ്രാർത്ഥനാ നഗരി പാപമോചനത്തിൽ അലിഞ്ഞു ചേർന്നു. നെഞ്ചിൽ കൈവച്ച് മനമുരുകിയുള്ള പ്രാർത്ഥനാ സംഗമം വിശ്വാസി ഹൃദയങ്ങളിൽ ആത്മനിർവൃതി പകരുന്നതായിരുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയ്ക്കെതിരെ ഒത്തുചേർന്ന രാജ്യത്തെ ഏറ്റവും വലിയ സമാധാന സംഗമത്തിന് കൂടിയാണ് സ്വലാത്ത് നഗർ ഇന്നലെ സാക്ഷിയായത്. മാരക വിപത്തായ ലഹരിക്കെതിരെ വിശ്വാസി സമൂഹം ഒന്നിച്ച് കൂട്ടപ്രതിജ്ഞയുമെടുത്തു. ഇന്നലെ പുലർച്ചെ മുതൽ തന്നെ വിശ്വാസികൾ ചെറു സംഘങ്ങളായി സ്വലാത്ത് നഗറിലേക്ക് ഒഴുകിയിരുന്നു. പ്രഭാതം മുതൽ തന്നെ മഅദിൻ ഗ്രാൻഡ് മസ്ജിദിൽ വിവിധ ആത്മീയ സദസ്സുകൾ നടന്നു. ഉച്ചയ്ക്ക് 1 മുതൽ നടന്ന അസ്മാ ഉൽ ബദ്രീൻ മജ്ലിസോടെ പരിപാടികൾക്ക് തുടക്കമായി. ഉച്ചയോടെ മഅദിൻ ഗ്രാൻഡ് മസ്ജിദ് നിറഞ്ഞു കവിഞ്ഞു. തുടർന്ന് ഗ്രാൻഡ് മസ്ജിദിലും ഗ്രൌണ്ടിലുമായി പതിനായിരങ്ങൾ സംബന്ധിച്ച മെഗാ ഇഫ്താർ നടന്നു. മഗ്രിബ്, ഇശാ, അവാബിൻ, തസ്ബീഖ്, തറാവീഹ്, വിതർ നിസ്കാരങ്ങൾ പ്രധാന വേദിയിലും ഗ്രാൻഡ് മസ്ജിദിലും വിവിധ ഓഡിറ്റോറിയങ്ങളിലും നടന്നു. രാത്രി 9 ജനലക്ഷങ്ങൾ പ്രാർത്ഥനാ നഗരിയിലേക്ക് ഒഴുകിയെത്തി. സമസ്ത ഉപാധ്യക്ഷൻ സയ്യിദ് അലി ബാഫഖി തങ്ങളുടെ പ്രാരംഭ പ്രാർത്ഥനയോടെ സമാപന പരിപാടികൾക്ക് തുടക്കമായി. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സമസ്ത പ്രസിഡന്റ് സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. മഅദിൻ അക്കാദമി ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഉൽ ഖലീൽ അൽ ബുഖാരി പ്രതിജ്ഞയ്ക്കും സമാപന പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി. മഹാസംഗമത്തിലേക്ക് ഒഴുകിയ വിശ്വാസി സമൂഹത്തെ സ്വീകരിക്കാനായി മഅദിൻ അക്കാദമി പൂർണ്ണ സജ്ജമായിരുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സഹകരണത്തോടെ 5555 അംഗ വോളണ്ടിയർ കോറിന്റെ പ്രവർത്തനം നിസ്തുലമായി. അടിയന്തര ആവശ്യങ്ങൾക്കായി ഒരുക്കിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഇന്റൻസീവ് കെയർ യൂണിറ്റ്, മൊബൈൽ ടെലിമെഡിസിൻ യൂണിറ്റ്, ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക സജ്ജീകരണങ്ങൾ എന്നിവ വിശ്വാസികൾക്ക് അനുഗ്രഹമായി. പ്രാർത്ഥനാ സമ്മേളനത്തിനെത്തിയ വിശ്വാസികൾക്ക് മഅദിൻ മിംഹാറിന് കീഴിൽ സൌജന്യ ചികിത്സാ സൌകര്യമൊരുക്കി. ഭിന്നശേഷി സുഹൃത്തുക്കളുടെ സൌകര്യത്തിനായി പ്രത്യേക ക്രമീകരണങ്ങളും ഒരുക്കി. പ്രധാന വേദിക്ക് പുറമെ പരിസരത്തെ മൈതാനങ്ങളും ഓഡിറ്റോറിയങ്ങളും തിരക്ക് നിയന്ത്രിക്കാൻ നിമിത്തമായി. പ്രാർത്ഥനാ സംഗമത്തിനെത്തിയ ലക്ഷങ്ങൾക്കായുള്ള നോമ്പുതുറയ്ക്കും അംഗസ്നാനത്തിനും നമസ്കാരങ്ങൾക്കും പ്രാഥമിക കർമ്മങ്ങൾക്കുമായി ഏർപ്പെടുത്തിയ പ്രത്യേക സൌകര്യങ്ങൾ ഏറെ ആശ്വാസം പകർന്നതായിരുന്നു. ആത്മീയവേദിയുടെ പുണ്യം നുകരാനെത്തിയ സ്ത്രീകൾക്കുള്ള സൌകര്യവും ഒരുക്കിയിരുന്നു. സ്വലാത്ത്, തഹ്ലീൻ, ഖുർആൻ പാരായണം, തൌബ, പ്രാർത്ഥന എന്നിവ പരിപാടിയിൽ നടന്നു. സമസ്ത സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, മുഹമ്മദ് ഫൈസി, ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, കുറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്, ചാലിയം AP അബ്ദുൽ കരീം ഹാജി എന്നിവർ പ്രസംഗിച്ചു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.